സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തുടങ്ങും. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയും ലക്ഷ്മിപ്രിയയുടെ പരാതിയും ചർച്ചയായേക്കും. പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് തന്റെ പരാതി കേൾക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അൻസിബ. കൂടുതൽ വിവരങ്ങൾ സിബി ജോസഫ് കൊച്ചിയിൽ ചേരുന്നു. സിബി, ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട ഇതുതന്നെയാണോ? ഇതിനകത്ത് എന്തായിരിക്കും അതിൽ സംഭവിക്കാൻ പോവുക എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്? നിഷാദ്, എന്തായാലും ഈ അമ്മയിലെ തർക്കങ്ങളും അതോടൊപ്പം തന്നെയുള്ള ഈ പഠനപ്പടക്കൊക്കെ തന്നെയാണ് ഈ ഒരു യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാസം 20 അമ്മയുടെ ജനറൽ ബോഡി നടക്കാൻ പോകുക. ഇതോടനുബന്ധിച്ചാണ് ഈ ഒരു യോഗം, എക്സിക്യൂട്ടീവ് യോഗം എന്ന് പറയുമെങ്കിലും ഈ അമ്മയുടെ തർക്കങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, അൻസിബയുടെ പരാതി, അതുകൂടാതെ നടി നീനക്കുറുപ്പ് പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ലക്ഷ്മിപ്രിയയ്ക്ക് പരാതിയുണ്ട്. അങ്ങനെ ടിനി ടോമിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം ഈ അൻസിബ ഉന്നയിച്ചിരുന്നു. അതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതിയുമായി എത്തി കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ അൻസിബയുടെ ഒരു പക്ഷമെന്ന് പറയുന്നത് തൻ്റെ ഈ പരാതികളിലെല്ലാം തന്നെയും പ്രത്യേകമായൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അത് രമേഷ് പിഷാരയോട് ഉൾപ്പെടുന്ന പ്രത്യേകമായ കമ്മിറ്റി രൂപീകരിക്കുന്ന ആവശ്യം അൻസിബ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അത് നടക്കില്ല എന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ പറയുന്നു. അങ്ങനെ വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗം വീണ്ടും ചേരുന്നത്. കഴിഞ്ഞ ദിവസവും 2-3 ദിവസങ്ങളായി എക്സിക്യൂട്ടീവ് യോഗം നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ തർക്കങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കൊന്നും തന്നെ ഒരു കുറവുണ്ടായിട്ടില്ല, ഒരു മയവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ അമ്മയിലെ മുൻ ജീവനക്കാരിയായ പെൺകുട്ടിയും അല്ലെങ്കിൽ ജീവനക്കാരി ഉൾപ്പെടെ എല്ലാം തന്നെയും അതുല്യ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വീണ്ടും ആരോടുമായി മുന്നോട്ട് വന്നിരുന്നു. അങ്ങനെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പരസ്പരം ഈ താരങ്ങൾക്ക് തമ്മിലുള്ളത്. ഇതെല്ലാം തന്നെയും ഇന്ന് ചർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിലും, തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടിമാർ ലക്ഷ്മിപ്രിയയും കൂടാതെ അൻസിബയൊക്കെ മൊഴി നൽകുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്തായാലും ഈ അൻസിബ ഉന്നയിക്കുന്നത് തൻ്റെ പരാതി കേൾക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നുള്ളതാണ്. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായ ശ്വേതാമൻ അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങളും ഏറെ നിർണായകമാണ്. അതേസമയം തന്നെ ഇനി 21 തീയതി ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിയിൽ തന്നെ ചില തീരുമാനം ഉണ്ടാകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും വളരെ വലിയൊരു വിഴുപ്പലിലേക്കും പരസ്യമായ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്കും ഈ താരങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.